എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും അറിയാം, ജന്മാഷ്ടമി, അഷ്ടമി രോഹിണി, ഭഗവാൻ കൃഷ്ണൻ ജനിച്ച ദിവസം ആണ് അല്ലേ. ഇന്നത്തെ ദിവസം ഏതൊരാൾക്കും ഭക്തരായിട്ടുള്ളവരും ഭഗവാനെ മനസ്സിലാക്കിയിട്ടുള്ളവരും ആയിട്ടുള്ള ആൾക്കാരുടെ ഉള്ളിൽ ഭയങ്കര ഒരു എന്താ പറയുക സന്തോഷം, ഒരു ഇങ്ങനെ കിടന്നിട്ടുള്ള ഒരു വൈബ്രേഷൻ ഉണ്ടാവും ഇല്ലേ. അപ്പോൾ ഭക്തിയുടെ ആത്മീയതയുടെ പരമോന്നത തലത്തിലേക്ക് എത്താൻ സാധിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് ജന്മാഷ്ടമി എന്ന് പറയുന്നത്. കാരണം ഭഗവാൻ ഏതൊക്കെ രീതിയിലാണ് ഈ ദിവസം നമ്മൾ ട്രീറ്റ് ചെയ്യാമെന്ന് നമുക്ക് പോലും സങ്കല്പിക്കാൻ പറ്റില്ല. ഭഗവാന്റെ ട്രീറ്റ് ചെയ്യലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭഗവാന്റെ ട്രീറ്റ് ചെയ്യലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനിലേക്ക് കൂടുതൽ അടുക്കാൻ സാധിക്കണം. ഭഗവാനിലേക്ക് കൂടുതൽ അടുക്കാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ ഭഗവാൻ വിചാരിക്കണം. പിന്നെ അതും തന്നെയല്ല, നമ്മൾ എന്താണ് ഇങ്ങനത്തെയൊക്കെ ദിവസങ്ങളാകുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മുടെ മുജ്ജന്മ സുഹൃതം കൊണ്ട് നമുക്ക് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഭഗവാനോടുള്ള ആ പ്രേമം അങ്ങോട്ട് അധികരിക്കും. പ്രേമം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രേമം എന്ന് പറയുന്ന വാക്കിന് ഇന്നത്തെ കാലഘട്ടത്തിൽ കാണുന്ന അർത്ഥമല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. നമ്മുടെ അമ്മ അമൃതാനന്ദമയി ദേവി പറയാറുള്ളൊരു വാക്കാണത്. ഞാൻ അത്രയ്ക്കൊന്നും ഉയർന്ന തലത്തിലുള്ള ആളല്ല, എങ്കിലും ആ പ്രേമം, ഭക്തി കൊണ്ടുള്ളൊരു പ്രേമം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ അങ്ങോട്ട് വരും ഇല്ലേ. അപ്പം ഭഗവാനെ നമ്മൾ മനസ്സിൽ വിചാരിച്ച് വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കണ്ണടച്ചിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ മൊത്തത്തിൽ ഒന്നും കാണിച്ചു തരില്ല അദ്ദേഹം. അല്ലെങ്കിലോ ആ ഉണ്ണിക്കണ്ണൻ്റെ ആ മുഖം അല്ലെങ്കിൽ ആ ഒരു കാർവർണ്ണൻ എന്ന് പറയുന്ന ഒരു നിറമുണ്ടല്ലോ, ആ നിറം ഇങ്ങനെ നമ്മുടെ മെമ്മറിയിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് വന്നിട്ട് നമ്മുടെ എന്താ പറയുക, അത് ഇങ്ങനെ അങ്ങോട്ട് തെളിയിച്ചങ്ങോട്ട് തരും ആ നിറം മാത്രം. അപ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു ഫീലുണ്ട്. ആ ഫീൽ എങ്ങനെയെന്ന് എനിക്കത് നിങ്ങളോട്, ആ ഒരു ആനന്ദം, ആ ഒരു അവസ്ഥ, ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭഗവാൻ വിചാരിച്ചാൽ മാത്രം നമുക്ക് എത്തുള്ളൂ. ഭഗവാൻ വിചാരിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ഭഗവാന്റെ അടുത്തേക്ക് അടുക്കണം. അതിനെന്ത് വേണം? നാരായണനാമം എപ്പോഴും നമ്മുടെ മനസ്സിലും നമ്മുടെ നാവും തുമ്പിലും ഉണ്ടാവണം അല്ലേ. അത് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും. നമ്മൾ ഒരു തവണ ഭഗവാനെ വിളിച്ചു നോക്കിയേ, അപ്പോൾ വീണ്ടും 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 ഒരു തവണ വിളിക്കുമ്പോൾ ഭഗവാൻ ഒന്ന് കേൾക്കും, രണ്ടാമത്തെ തവണ വിളിക്കുമ്പോൾ വീണ്ടും കേൾക്കും, പിന്നെയും വിളിക്കുമ്പോഴോ ഭഗവാൻ നമ്മളങ്ങോട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഭഗവാൻ നമ്മളങ്ങോട്ട് ഏറ്റെടുക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്നൊരു ആനന്ദമുണ്ട്. ആ ആനന്ദം എത്രത്തോളം പറഞ്ഞാലും മതി വരില്ല, അത് എത്രത്തോളം പറഞ്ഞാലും ആർക്കും മനസ്സിലാവില്ല. ഇന്നിപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജന്മാഷ്ടമി ആണെങ്കിൽ അല്ലാത്തപ്പോഴും ഇടയ്ക്കിടയ്ക്ക് മനസ്സ് ഗുരുവായൂർ അമ്പലത്തിൻ്റെ മുമ്പിൽ ഭഗവാന്റെ മുമ്പിൽ നിൽക്കുന്നതായിട്ടുള്ളൊരു സങ്കല്പം എപ്പോഴും മനസ്സിലേക്ക് വരാറുണ്ട്. ഇന്നിപ്പോൾ മനസ്സിൽ വരുന്ന ഒരു ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഭഗവാന്റെ മുമ്പിൽ ഗുരുവായൂർ അമ്പലത്തിൽ ഇങ്ങനെ നൃത്തം ചെയ്യണ ഒരു പിക്ചറാണെന്ന് നേരം വെളുത്തപ്പോൾ തുടങ്ങി എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. അത്രത്തോളം ആനന്ദം എൻ്റെ വീട്ടിലിരിക്കുകയാണെങ്കിലും ഭഗവാൻ തരുന്നുണ്ട്. അപ്പോൾ ഞാനിതൊക്കെ നിങ്ങളുടെ അടുത്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഈ ആനന്ദം നമുക്കെല്ലാവർക്കും അനുഭവിക്കാൻ സാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, സാധിക്കാൻ പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു അംഗീകാരത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും. ആ ആനന്ദത്തിലേക്ക് നമ്മൾ എത്തിക്കും ഭഗവാൻ. നമുക്ക് മനസ്സിലാവും ജീവിതത്തിലെ ആനന്ദം എന്താണെന്നും ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്നും ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്നും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. എങ്കിലും എന്താ പറയുക, ഇത്രയ്ക്ക് നമ്മൾ ഇതാണെങ്കിലും ആ പാട്ടിൻ്റെ 2 വരികൾ എനിക്ക് ഓർമ്മ വരികയാണ്. രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ, ഞാൻ പാടും ഗീതത്തോടാണോ എന്നുള്ളത്. അത് എൻ്റെ മനസ്സിലേക്ക് വരികയാണ്. പാടണമെന്നുണ്ട്, പക്ഷേ എൻ്റെ മനസ്സും എല്ലാം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നൊരു സമയമായതുകൊണ്ട് ആ പാട്ട് എങ്ങനെയായിരിക്കും പുറത്തേക്ക് വരിക എന്നുള്ളത് അറിയാത്തത് കൊണ്ട് ഭഗവാന്റെ കാര്യമല്ലേ എനിക്ക് പറയാൻ പറ്റണില്ല. അപ്പോൾ ഈ ജന്മാഷ്ടമിക്ക് എല്ലാവർക്കും സന്തോഷവും എല്ലാ അനുഗ്രഹങ്ങളും
ഭഗവാന്റെ ഭാഗത്തു നിന്നുണ്ടാവട്ടെ. എല്ലാവരുടെ മനസ്സും ഭഗവാന്റെ തിരുനടയിൽ ചെന്ന് ഭഗവാന്റെ ജന്മാഷ്ടമിയുടെ ആനന്ദ നൃത്തമാടാൻ എല്ലാവർക്കും സാധിക്കട്ടെ. ഭഗവാൻ എല്ലാവരും അവിടേക്ക് എത്തിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. സർവം കൃഷ്ണാർപ്പണമസ്തു.